ബി.ജെ.പി എന്തൊക്കെ രീതിയിലുള്ള അടവ് രാഷ്ട്രീയ നയങ്ങൾ പയറ്റിയാലും കേരളത്തിൽ ഒരു സീറ്റ് പോലും ജയിക്കില്ല എന്ന് ഉറപ്പാണ് എന്നാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ബി.ജെ.പിക്ക് അനുകൂലമായി CPIM വോട്ടുകൾ മറിച്ചു എന്ന് തന്നെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമിക വിവരം എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു. ഗുരുവായൂരിലും നാട്ടികയിലും, അതായത് 2 നിയോജക മണ്ഡലങ്ങളിലും വലിയ തോതിൽ അത്തരത്തിൽ ക്രോസ് വോട്ടിംഗ് നടന്നതായുള്ള റിപ്പോർട്ട് തനിക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ രീതിയിലുള്ള ക്രോസ് വോട്ടിങ്ങും തരംഗമാഞ്ഞടിച്ചാലും ഒക്കെ UDF അതിനെയൊക്കെ അതിജീവിച്ച് ഏറ്റവും കുറഞ്ഞത് 30,000-നും 50,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം കിട്ടും. കഴിഞ്ഞ തവണ നമുക്കറിയാം, TN പ്രതാപൻ കോൺഗ്രസിന് വേണ്ടി 93,500-ലധികം വോട്ടുകൾക്കാണ് CPIയുടെ രാജാജി മാത്യു തോമസിനെ പരാജയപ്പെടുത്തിയത്. സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ വോട്ട് പിടിക്കാനായെങ്കിൽ പോലും 2,92,000 വോട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇക്കുറിയും അത്തരത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. പക്ഷേ CPI അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് അദ്ദേഹം വരച്ചു വയ്ക്കുന്നുണ്ട്. മത്സരം BJPയും UDFും തന്നെ എന്നുള്ളത് വ്യക്തമായിരുന്നു. അത് തുടക്കം മുതലേ വ്യക്തമായിരുന്നു. കാരണം CPIM നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വിമുഖത കാണിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൃശ്ശൂരിലെ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് വോട്ടെണ്ണൽ കഴിയുമ്പോൾ മനസ്സിലാകുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPIM BJPയുമായി വലിയൊരു ഡീലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ തെളിവാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദലാൽ നന്ദകുമാർ പറഞ്ഞ വിവാദ വിഷയങ്ങൾ എന്നുള്ളത് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയ കാര്യമാണ്. ഇതിനോട് കോൺഗ്രസിൻ്റെ പ്രതികരണം ശക്തമായ രീതിയിൽ തന്നെയായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും തരംതാണ കളികളാണ് CPIM നടത്തി വരുന്നത് എന്നതാണ് വ്യക്തമായത് എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം ഉറപ്പാണ്: മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ വിവിധ വിഷയങ്ങൾ, SNC ലാവ്ലിൻ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം ഉണ്ടാകാതിരിക്കാൻ, അതുപോലെ തന്നെ മകൾ വീണയുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യം, ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ CBI പിടിമുറുക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തീവ്രമായ മാർഗമാണ് അവലംബിക്കുന്നത്. അതിനുവേണ്ടിയാണ് BJPയുമായി ഡീൽ നടത്തുന്നത്. അതിൻ്റെ ഏജന്റായാണ് പ്രകാശ് ജാവ്ദേക്കർ ഇവിടെ ഇറങ്ങിയത്. അതിനുവേണ്ടിയാണ് എന്ന രീതിയിൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ആരോപണം നടത്തുന്നുമുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു: CPIM BJP ഡീൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് പകലുപോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. CPIMൻ്റെ തനി നിറമാണ് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. CPIയെ ചതിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇത്രയും കാലം CPIM കൃത്യമായും കൂടെ നിർത്തിയിരുന്നത് എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്.